ഒരു കല്ല് വെള്ളത്തിൽ എറിഞ്ഞാൽ എന്ത് പറ്റും? കല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോകും അല്ലേ? അതേപോലെ ഈ ഒരു ആണി, ഈ ഒരു ചെറിയ നെയില് വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? മുങ്ങിപ്പോകും അല്ലേ? എന്നാൽ ഈ ഷിപ്പ് മുങ്ങിപ്പോകുന്നില്ല. കാരണം എന്തായിരിക്കും? ഇത്രയും വലിയ മാസമുള്ള ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നു, എന്നാൽ ഈ ഒരു ചെറിയ ആണി മുങ്ങിപ്പോകുന്നു. എന്താണ് വ്യത്യാസം? ഇവിടെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഒരു ലിക്വിഡിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് ഇടുമ്പോൾ എന്തുണ്ട്? ലിക്വിഡ് എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? അവിടെ ബൊയാൻസി ഉണ്ട്, അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. എന്നാൽ ഷിപ്പിന് ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും അതിന്റെ അകവശം ഹോളോ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിപ്പം കാരണം ഷിപ്പിന് അതിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതൽ വെള്ളത്തിനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പം ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ബൊയാൻസി കൂടി നിൽക്കും. ബൊയാൻസി കൂടി കഴിയുമ്പോൾ ഷിപ്പ് എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ നെയിലിന്റെ കാര്യമോ? നെയിലെടുത്താൽ നെയിലിന്റെ വലിപ്പം കുറവ് കാരണം അതിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതൽ വാട്ടറിനെ അതിന് ഡിസ്പ്ലേസ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബൊയാൻസി കുറവായിരിക്കും. സോ നെയിൽ എന്ത് ചെയ്യും? മുങ്ങിപ്പോകും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. ഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ.